കോൺഗ്രസിലെ അച്ചടക്ക നടപടിക്ക് പിന്നാലെ അഴിമതി ആരോപണം നേരിട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇപ്പോൾ കാസർഗോഡ് മാധ്യമങ്ങളെ കാണുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ജനവിധി അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ കാസർഗോട്ടെ ജനങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണിതെന്നും ആ കയ്യബദ്ധം തിരുത്തുമെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. 5 വർഷം കഴിഞ്ഞ് 2024 ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ തീർത്തും വിശ്വസിച്ചു ഈ തെരഞ്ഞെടുപ്പിലൂടെ കാസർഗോഡ് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന്. അവരുടെ കണക്കുകൂട്ടുകൾ മുഴുവൻ തെറ്റി. കാസർഗോട്ടെ ജനങ്ങൾ 19 എനിക്ക് നൽകിയ ഭൂരിപക്ഷം 40,438 ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് അത് 1,649 വോട്ടാക്കി വർദ്ധിപ്പിച്ചു. ഒരു കയ്യബദ്ധം പറ്റിയതല്ല എന്ന് കാസർഗോട്ടെ ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് പാർലമെന്റിനകത്തും പുറത്തും കാസർഗോട്ടെ ജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഞാൻ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഇടപെടാത്ത ഒരു ജനകീയ പ്രശ്നങ്ങളും കാസർഗോഡ് ഉണ്ടായിട്ടില്ല. എൻ്റെ മെയ്ഡൻ സ്പീച്ച് പാർലമെന്റിൽ എൻഡോസൾഫാൻ്റെ ഇരകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കാസർഗോഡ് എയിംസ് കൊണ്ടുവരാനുള്ള എൻ്റെ പരിശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, കുടുംബശ്രീ ജീവനക്കാർ, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ ഇവർക്കൊക്കെ നാമമാത്രമായ ഒണേറിയതും മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവരുടെയൊക്കെ സേവനം വളരെ മഹത്തരമാണ്. അതുകൊണ്ട് അവരെയൊക്കെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നും അവർക്ക് ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യവും കൊടുക്കണമെന്ന് പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു അംഗമാണ് ഞാൻ. മാത്രമല്ല, മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പാർലമെൻറ്റിനകത്ത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. മണിപ്പൂരിന് നീതി കിട്ടാൻ വേണ്ടി 24 മണിക്കൂർ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഞാൻ നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്ന ബില്ല് വന്നപ്പോൾ ആ ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞതിന് പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു അംഗമാണ് ഞാൻ. അതുകൂടാതെ ഏകീകൃതമായ സിവിൽ കോഡിനെതിരെ അതിശക്തമായ നിലപാട് പാർലമെൻറ്റിനകത്തും പുറത്തും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കൂട്ടക്കൊലകളെയും ബലാത്സംഗത്തെയും നഖശികാന്തം പാർലമെൻറ്റിനകത്തും പുറത്തും എതിർത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷക്കാലം ജനപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ കാസർഗോഡ് നടത്തിയത്. ആ കാസർഗോഡ് നടത്തിയ ജനപക്ഷ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനാക്കി ഉയർത്തിയത്. കേരളത്തിലാകെ അന്ന് 5 സ്റ്റേഷനുകളാണ് ഉയർത്തിയത്. 2 കാസർഗോഡ് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. 1 പയ്യന്നൂരും 2 അതുപോലെ തന്നെ കാസർഗോഡ്. കേരളത്തിലെ 5 റെയിൽവേ ഗേറ്റുകൾ മാറ്റി ROB സ്ഥാപിക്കാൻ വേണ്ടി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ പ്രഖ്യാപനം വന്നു. അതിൻ്റെ തുടർ നടപടികൾ ഉടനെ ആരംഭിക്കുന്നതാണ്. ആ 5 റെയിൽവേ ഗേറ്റുകൾ ഇല്ലാതാകുന്നതോടുകൂടി കാസർഗോട്ടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒഴിവാകുന്നതാണ്. ഇനിയും 3-4 റെയിൽവേ ഗേറ്റുകൾ കൂടിയുണ്ട്. അവിടെയും ROB വരേണ്ട സ്ഥലമുണ്ട്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങൾ കളക്ട്രേറ്റിൽ വിളിക്കുകയും നിരവധി പ്രാവശ്യം നിതിൻ ഗഡ്കരിയെ പോയി കാണുകയും പരമാവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിഹാരം കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന MP-മാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് MP ആവശ്യപ്പെട്ട മിക്കവാറും എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറേ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതും പരിഹരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത നിമിഷം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ സ്റ്റോപ്പുകൾ പുനരാരംഭിക്കാനായി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് താമസിയാതെ പൂർത്തീകരിക്കും. മാത്രമല്ല, നിരവധി തീവണ്ടികൾക്ക് ഞാൻ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് കാസർഗോഡ്. 2 വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നു. ഒരെണ്ണം മംഗലാപുരത്തേക്ക് നീട്ടി. ഇനി ഒരു ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, മംഗലാപുരം രാമേശ്വരം. അതുകൂടാതെ ദാദറിൽ നിന്ന് വരുന്ന തീവണ്ടി മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് കോഴിക്കോട്ടാണ്. അതിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചു. അതുപോലെ തന്നെ ഹംസരഥ് എക്സ്പ്രസ് മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്ട് സ്റ്റോപ്പ്, അതിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചു. 4 സ്റ്റോപ്പുകൾ നീലേശ്വരത്തിന് അനുവദിച്ചു, ഇൻ്റർസിറ്റി അടക്കം.
35 വർഷമായി ജനങ്ങളുടെ ചിരകാലാഭിലാഷമായിരുന്നു ചെറുവത്തൂരിൽ പരശുരാമൻ സ്റ്റോപ്പ്, അത് അനുവദിച്ചു. പിന്നെ നിസാമുദ്ദീൻ ട്രിവാൻഡ്രത്തിന് പയ്യന്നൂർ, ഏഴിമലയിൽ മംഗലാപുരം തിരുവനന്തപുരത്തിന് സ്റ്റോപ്പ്, പിന്നെ പഴയങ്ങാടിയിൽ നമ്മുടെ ഏറനാട് എക്സ്പ്രസിന് സ്റ്റോപ്പ്, ഇനിയും കുറേ അധികം സ്റ്റോപ്പുകൾക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെനഞ്ഞാന്ന് കണ്ണൂരിൽ നിന്നൊരു ഷട്ടിൽ ട്രെയിൻ ഷൊർണൂരേക്ക് പോയി അത് മടങ്ങി കണ്ണൂരേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് ഷട്ടിൽ ട്രെയിൻ ആരംഭിച്ചൊരു പാസഞ്ചർ ട്രെയിൻ തിരിച്ച് ഷൊർണൂരേക്ക് പോകുന്നുണ്ട്. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അശ്വിനി വൈഷ്ണവിനെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം ആ തീവണ്ടി ആദ്യം കാസർഗോഡ് വരെ നീട്ടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നീട് അത് പരിശോധനയ്ക്ക് ശേഷം മംഗലാപുരത്തേക്ക് നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഇപ്പോൾ രാത്രി ഒരു ട്രെയിൻ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനമുണ്ട്. കാര്യം നമ്മൾ ഫ്യുവലിങ്ങും അതുപോലെ തന്നെ വാട്ടറിങ്ങിനും എല്ലാം സംവിധാനം വന്ദേ ഭാരതിന് ഒരുക്കിയതാണ്. അപ്പോൾ വന്ദേ ഭാരത് ഇപ്പോൾ മംഗലാപുരത്ത് പോയി സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഒരു ട്രെയിന് രാത്രി ഇവിടെ കിടക്കാം. അതിൻ്റെ പിന്നെ വാട്ടറിങ്ങും അതുപോലെ തന്നെ ഫ്യുവലിങ്ങും എല്ലാം ഇവിടെ നടത്താം. അപ്പോൾ ആ ട്രെയിൻ ഷട്ടിൽ ട്രെയിൻ കാസർഗോട്ടെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ആ ട്രെയിൻ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നീലേശ്വരത്ത്, കിനാലൂർ, കരിന്തളത്ത് ആയുഷിന് 90 കോടി രൂപ അനുവദിച്ചടക്കം. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.